എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബിക്കോസ് ഓഫ് ലീഡ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ഒരു നല്ല മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്ന ഡയറക്ടർ എടുത്തും ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ അടുത്തും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാണ്. സോ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും. ഒരു ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അങ്ങനെ വ്യത്യസ്തമായ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നല്ലൊരു മൂവി ആയിരിക്കും. എല്ലാവരും കാണുക. എല്ലാവരും പടം തിയേറ്ററിൽ പാട്ടുകളുണ്ടായിരുന്നു. ശ്രീസാറിൻ്റെ പാട്ട് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി മൂവിയുടെ കൂടെ കാണാൻ കഴിയും. താങ്ക് യു. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ കഥയാണോ ഇതിലെനിക്ക് തോന്നുന്നു റിയൽ ബേസ്ഡ് സ്റ്റോറി ആണല്ലോ. സ്ഥലത്ത് നടന്ന് ആർക്കൊക്കെ വെച്ചിട്ടാണ് സാർ എഴുതിയത്. അങ്ങനെ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെ പറ്റി സംസാരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പറ്റിയൊരു മൂവിയാണ്. സോ അത് വളരെ അതാണ് എനിക്ക് നമ്മൾ ഇപ്പോഴത്തെ സാമൂഹ്യം വളരെ നല്ല രീതിയിൽ ചെയ്തു. പെർഫെക്റ്റ് ഫിലിമാണ്. ശ്രീ സാറേ ഒരു പാട്ട് പാടുന്നുണ്ട്, നന്നായിട്ടുണ്ട്. അത് ആ സിറ്റുവേഷന് ചേരുന്ന വിധത്തിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചു. സിനിമയാണ്. അതിൽ റഹീം സാറിൻ്റെ റോള്, അതായത് കേന്ദ്ര കഥാപാത്രം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ രണ്ട് നല്ല കവിതകളുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകൾ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒറ്റപ്പെട്ടവരുടെ അവസാനം ഒറ്റപ്പെട്ടവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച വളരെയധികം ഒരു മെസ്സേജ് നൽകുന്നുണ്ടായിരുന്നു. ഏതായാലും നല്ലൊരു സിനിമ.